മണ്ഡലത്തോടുള്ള അവഗണനയിലും വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച് ഹരിപ്പാട് എം.എൽ.എ. രമേശ് ചെന്നിത്തലയെ അന്വേഷിച്ച് എം.എൽ.എയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ബി.ജെ.പി. മാർച്ച് സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ കെ. സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പെരിങ്കുളത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ സമസ്ത മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പി. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തിയത്. ഫയർ സ്റ്റേഷൻ നിർമ്മാണം, തീരദേശ മേഖലയുടെ സംരക്ഷണം, റോഡുകളുടെയും സ്കൂളുകളുടെയും ശോചനീയാവസ്ഥ, കുടിവെള്ള പ്രശ്നം തുടങ്ങി ഒട്ടനേക വികസന പ്രശ്നങ്ങളാണ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. ഇവയ്ക്ക് പരിഹാരം നേടുന്നതിൽ എം.എൽ.എ. രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങൾ നിഷ്ക്രിയമെന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ കാണാത്ത എം.എൽ.എ. രമേശ് ചെന്നിത്തലയെ അന്വേഷിച്ച് ബി.ജെ.പി. ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹരിപ്പാട് പെരിങ്കുളത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ കെ. സോമൻ ഉദ്ഘാടനം ചെയ്തു. ഹരിപ്പാട് എം.എൽ.എയെ തേടിയാണ് ബി.ജെ.പിയുടെ യാത്ര. ഈ യാത്ര തുടങ്ങുക മാത്രമാണ്. ഈ യാത്ര ഇന്ന് പോലീസ് ബാരിക്കേഡ് കെട്ടി ഇവിടെ തടഞ്ഞപ്പോൾ സ്വതസിദ്ധമായ പ്രതിഷേധം പ്രകടിപ്പിച്ച് അച്ചടക്കത്തോടെ ഈ പ്രക്ഷോഭം തുടരുകയാണ്. പക്ഷേ വരുന്ന നാളുകളിൽ ബി.ജെ.പി. നേതൃത്വം നൽകി ഇവിടുത്തെ ജനങ്ങളെയാകെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രക്ഷോഭത്തെ ഒരു ബാരിക്കേഡ് വെച്ചും പോലീസിന് തടയാൻ സാധ്യമല്ല എന്ന് നിങ്ങളെ ബഹുമാനത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ബി.ജെ.പി. മധ്യമേഖലാ അധ്യക്ഷൻ എൻ. ഹരി മുഖ്യപ്രഭാഷണം നടത്തിയ പ്രതിഷേധ യോഗത്തിൽ ആലപ്പുഴ തെക്ക് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി അധ്യക്ഷത വഹിച്ചു. ജനം, ആലപ്പുഴ.